ഹലോ ഗൈസ്, ലോ ആൻഡ് പി സി ബെസ്റ്റ് ഇമുലേറ്റർ സജസ്റ്റ് ഫോർ മിസ്റ്റർ ജെർഷി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോ ആൻഡ് പി സി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ഇമുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഒന്നല്ല 2. എന്തൊരു തപ്പിന്നറിയാവോ ഇതൊക്കെ? നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മോശം കേട്ടോ. അപ്പം സാധനം E4VX ആണ്. 2 വെർഷനാണ് ഗൈസ് ഇതിൻ്റെ, 20യും 30യും. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പം ഞാൻ ലോ ആൻഡ് പി സിക്ക് സജസ്റ്റ് ചെയ്യുന്നത് 20 ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതും 20 ആണ്. അപ്പം 20 എടുക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല. 20 എടുക്കുന്നവർക്ക്, 20 വെർഷൻ എടുക്കുന്നവർക്ക്. 30 ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് 20ക്കകത്തെ സെറ്റിങ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതോടൊപ്പം നിങ്ങൾക്ക് വേറെ കുറച്ച് സീക്രട്ട് ടിപ്സും പറഞ്ഞുതരാം ഗൈസ്, നിങ്ങളുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ. അറിയാവുന്നവരാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളും കണ്ടോ. അപ്പോൾ ഗായ്സ്, അത് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം സെറ്റിങ്സ്. അപ്പോൾ ഗൈസ്, സെറ്റിങ്സ് എടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഈ 2 ഏതെങ്കിലും ഒന്ന് എടുക്കുക. ലോ ആൻഡ് പി സിക്കാണ്. നല്ല പെർഫോമൻസ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇത് ലോ ആൻഡ് പി സിക്ക് ഈ 2 ഏതെങ്കിലും ഒന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ DPI 240 അല്ല, അത് എൻ്റെ നിങ്ങളുടെ സെൻസിക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം FPS ഇത് 2 ടിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള. പിന്നെ GPU എന്നുള്ളത് ഓൺ ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റെഡ്ജെടുത്ത് എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ ഇത് വരും. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ 3ാമത്തത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമുലേറ്റർ. എൻ്റെ ബ്ലൂ സ്റ്റാക്ക് E4VX അതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺഫിഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ അകത്ത് ഫോഴ്സ് ഡെഡിക്കേറ്റഡ് GPU എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതേ കിടക്കുന്നത്. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ വാല്യൂ 0 ആയിരിക്കും, അത് മാറ്റി 1 ആക്കിയിട്ട് ഓക്കെ എടുക്കുക. അപ്പോഴത്തേന് ഇവിടെ ഓൾറെഡി ടിക്ക് വന്ന് കാണേണ്ടതാണ്. ഇത് അതെ, GPU ഇത് റിസെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ കിടക്കട്ടെ. പിന്നെ CPU 4 ആക്കിയിട്ട് റാം ഇതിട്ടിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഇതും ടിക്ക് ചെയ്യുക. എന്നിട്ട് മാക്സ് FPS ഇടുക. ഇത് മറ്റേ 90 240 അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, ഇത് രണ്ടും. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഈ ഒരു സെക്ഷന് വരുമ്പം ഇത് 2 അൺടിക്ക് ചെയ്യുക. പൊക്കിയിട്ട് ഈ 2 കൂടെ അൺടിക്ക് ചെയ്യുക. അയ്യോ, ഇപ്പോൾ ബൈക്ക് അത്രയേ ഉള്ളൂ. പിന്നെ ഒരെണ്ണോടുണ്ട്. ഇതിനകത്ത് മൊബൈൽ ഫോൺ അസ്യൂസ് റോഗ് സെലക്ട് ചെയ്യുക, ഏറ്റവും ആദ്യം കിടക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ സെറ്റിങ്സ് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് അതിന് മുമ്പ് ഈ ഗെയിം പ്ലേ ഒന്ന് നിങ്ങൾ കാണും. ഗെയിം പ്ലേ അല്ല, ഇവിടെ തന്നെ ഇരുന്ന് എൻ്റെ ഹെഡ്ഷോട്ടൊക്കെ ഒന്ന് കാണാൻ. ഞാൻ പാനലാന്നൊന്നും പറഞ്ഞേക്കല്ലേ, കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കല്ലേ. സെൻസിയാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സെൻസിയും വേണം, പ്രാക്ടീസും വേണം, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ. അപ്പോൾ സെൻസി ഇനി മൊബൈൽ സെൻസി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും. PC സെൻസി നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ ഇപ്പം മേളൊരു ഐച്ചിഹ്നം വരും, അതേ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ PC സെൻസി നിങ്ങൾക്ക് കിട്ടും. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കളിച്ച് നോക്കിയിട്ട്, അതും കൂടെ ഇട്ട് കളിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് കളാ ഗൈസ്, നോ പ്രോബ്ലം. നല്ല സെൻസിയാ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാ. ഇത്രയൊക്കെ മതി. നിങ്ങൾ ഒത്തിരി കണ്ട് എന്നെ ഹാക്കർന്ന് വിളിക്കും. അപ്പം ഇനി അടുത്ത സെറ്റിങ്സ്, ഇമുലേറ്ററിൻ്റെ അകത്ത് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് ഈ അക്സസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ അകത്ത് ലാർജ് മൗസ് പോയിൻ്റർ ഓൺ ആക്കുക. പിന്നെ ടച്ച് ഹോൾഡ് ഡിലേ ഷോർട്ട് ആക്കിയിട്ട് അത് തന്നെ ഇതായിക്കോളും. പിന്നെ ഇവിടെ സാധനം ഉണ്ടല്ലോ,
ക്ലിക്ക് ആഫ്റ്റർ പോയിൻ്റർ സ്റ്റോപ്പ് മൂവിങ്. ഇത് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്കിവിടെ പകുതി വരായിരിക്കും കിടക്കുന്നത്. അതിങ്ങനെ നേരെ ബാക്കിലോട്ടാക്കുക. എന്നിട്ട് ഇത് ഓഫാക്കിയിട്ട് പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ള സെറ്റിങ്സ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ഗ്രാഫിക്സ് സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഇമുലേറ്റർ രണ്ടും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഹൈ പെർഫോമൻസിലിടുക. ഇത് കണ്ടില്ല ഗൈസ്, ബ്ലൂ സ്റ്റാക്കും പിന്നെ ബ്ലൂ സ്റ്റാക്ക് എച്ച് ഡി എന്ന് പറഞ്ഞ സാധനം, HD പ്ലെയർ ആ സാധനമുണ്ട്, അതും കൂടി ഇടുക. അത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളൂ. പിന്നെ ചെയ്യാനുള്ളത് ബ്ലൂ സ്റ്റാക്ക് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇത് റണ്ണ് മാക്സിമൈസ്ഡ് എന്ന് പറഞ്ഞ സാധനം ഇടുക. എന്നിട്ട് ഓക്കെ അപ്ലൈ കൊടുത്ത് ഓക്കെ എടുത്താൽ മതി. പിന്നെ കോമ്പാറ്റിബിലിറ്റി വന്നാൽ ഇതിൻ്റെ അകത്ത് റൺ ദി പ്രോഗ്രാം ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ അത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇത് ടിക്ക് ചെയ്തിട്ട് സിസ്റ്റം എൻഹാൻസ്ഡ് ഇടുക. എന്നിട്ട് ഓക്കെ എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്യും. അപ്പോൾ അത് സെറ്റ്. പിന്നെ മൗസ് സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും നോർമൽ കാര്യങ്ങൾ, എന്നാലും ഇരിക്കട്ടെ, അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അത് പോയിൻ്റർ ഓപ്ഷനിൽ വരുമ്പം എൻഹാൻഡ് പോയിൻ്റർ പ്രിസിഷൻ അത് ഓഫാക്കിയിട്ട് ഓണായി കിടക്കുമായിരിക്കും. അപ്പോൾ അത് ഓഫാക്കിയിട്ട് അപ്ലൈ ഓക്കെ എടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാൻ നേരത്ത് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പം അതും കൂടെ ചെക്ക് ചെയ്തേക്കുക. ഒന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എൻ്റെ സെൻസി വീഡിയോ കാണാത്തവർ ഞാൻ പറഞ്ഞ പോലെ പോയി ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നല്ലൊരു ബെസ്റ്റ് പെയ്ഡ് സെൻസി ഞാൻ ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തു. പോരാ സപ്പോർട്ട് പോരാ. റോഡ് ടു 500 പെട്ടെന്ന് സപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് റോഡ് ടു 500 കംപ്ലീറ്റ് ആകും. നമ്മളന്ന് ഗിവ് അവേ ഒക്കെ നടത്തും ഗൈസ്. നമ്മൾ ടോപ്പ് ഗിവ് അവേ ഒക്കെ നടത്തും. ഒരു നല്ലൊരു സാധനം തന്നെ ഗിവ് അവേ നടത്തും. നോക്കും, നല്ലൊരാളെ തന്നെ തിരഞ്ഞെടുത്ത് അയാളുടെ ഞാൻ പൈസ മേടിക്കും. ഇല്ല ഗൈസ്, അത് ഞാൻ ഗിവ് അവേ നടത്തും. ഞാൻ ആരുടെന്ന് പൈസ മേടിക്കാൻ. ഞാൻ ഒരു കോമഡി പറയാൻ നിങ്ങൾ ചിരിക്കണം. കമൻറ്റ് ബോക്സിൽ ഒന്ന് ചിരിക്കുന്ന ഇമേജ് ഇട്ടേക്ക്. അപ്പോൾ അത്രയുള്ള സെറ്റിങ്സ്. അപ്പം അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറന്നു വിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയൊക്കെ മതി. അപ്പം അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമൈസേഷൻ്റെ വീഡിയോ ആണ് ഗൈസ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് താഴെ പറയുക. ലോ എൻ്റെ PC ഉണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ്റെ വീഡിയോ, അപ്പോൾ അത് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചിട്ടെ. ടൺ ഗ്ലൂ വാള് കൊണ്ടുവരുന്ന ട്രിക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ ട്രിക്ക് വേണോ ഗൈസ്? അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് മാത്രമേ ട്രിക്ക് അറിയത്തുള്ളൂ. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചത്. അപ്പം സബ്സ്ക്രൈബ് ഫോർ മോർ. അപ്പോൾ ഗുഡ് ബൈ. സി യു നെക്സ്റ്റ് വീഡിയോ.